കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് സ്വദേശിയായ വിജിരാജ് എന്ന സുവിശേഷ പ്രവർത്തകന്റെ സാക്ഷ്യം. ദാരിദ്ര്യം നിറഞ്ഞ ജീവിതാനുഭവമുണ്ടായിരുന്ന ഒരു പൂർവ്വകാലമുണ്ടായിരുന്നു വിജിരാജിന്. സുവിശേഷ പ്രവർത്തനങ്ങളോട് വിമുഖത കാട്ടിയ ഈ വ്യക്തി ഒടുവിൽ ഒരു പൂർണ്ണ സമയ സുവിശേഷകനായി മാറിയ കഥയാണ് ഇന്നത്തെ സാക്ഷി കൂടാരത്തിൽ നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. തികഞ്ഞ അച്ചടക്കത്തിലും ദൈവഭക്തിയിലുമൊക്കെ മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തുകയുണ്ടായി. വീട്ടിൽ 5 മക്കളിൽ രണ്ടാമത്തെ ആളാണ് ഞാൻ. അപ്പോൾ തന്നെ എൻ്റെ പിതാവ് ഒരു ശുശ്രൂഷകനാണ്. എൻ്റെ പിതാവ് ഒരു ശുശ്രൂഷകനായിരിക്കുമ്പോൾ തന്നെ സുവിശേഷ വേലയോട് എനിക്ക് അത്യന്തം വെറുപ്പായിരുന്നു. അപ്പനും അമ്മയും ചെറുപ്പം മുതലേ തന്നെ ഞങ്ങളെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുകയും ദൈവവചനം അഭ്യസിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ അറിവ് വെച്ച് മുൻപോട്ട് വരുന്ന സമയത്ത് സുവിശേഷത്തോടും സുവിശേഷ വേലയോടും എനിക്ക് അത്യന്തം വെറുപ്പുണ്ടായി. സാധാരണ ഒരു ചോദ്യം വരാറുണ്ട്, അപ്പൻ ഉപദേശിയാണെങ്കിൽ എന്തുകൊണ്ട് മകന് സുവിശേഷ വേലയോട് വെറുപ്പുണ്ടായി? അതിന് കാരണം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ വീട്ടിൽ 5 മക്കളാണ്. ഓരോ വയസ്സിന് ഇളയതാണ് ഞങ്ങൾ ഓരോരുത്തരും. വളരെ കാലങ്ങൾക്ക് മുമ്പേ എൻ്റെ പിതാവ് കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങിത്തിരിച്ചു. എന്നാൽ സുവിശേഷ വേലയോടും സുവിശേഷത്തോടും എനിക്ക് അത്യന്തം വെറുപ്പ് വരാനുള്ള 2 കാരണങ്ങൾ. ഒന്ന്, വീട്ടിലെ കൊടിയ ദാരിദ്ര്യമായിരുന്നു. ഭക്ഷണം കഴിക്കേണ്ട നല്ല പ്രായത്തിൽ ഭക്ഷണം കഴിക്കാനായിട്ട് എനിക്ക് ഒത്തിട്ടില്ല. നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിൽ പഠിക്കേണ്ട ആ നല്ല പ്രായത്തിൽ അതിനും എനിക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ ചിന്തിക്കുമായിരുന്നു, എൻ്റെ അപ്പനൊരു കൂലിപ്പണിക്കാരനായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ദാരിദ്ര്യം ഉണ്ടാകുകയില്ലായിരുന്നു. അപ്പനൊരു സുവിശേഷകനായതിൻ്റെ ഒറ്റ കാരണത്താൽ 5 മക്കളും കൊടിയ പട്ടിണിയിലേക്ക് തള്ളിവിടപ്പെട്ടു. എന്നാൽ എൻ്റെ വിദ്യാഭ്യാസം പോലും എനിക്ക് നന്നായിട്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ വളരെ പരാജിതനായി ഞാൻ മുൻപോട്ട് പോകുന്ന സമയത്ത് ഓരോ യോഗങ്ങളിലും ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ കൊണ്ടുപോകുമായിരുന്നു. 5 മക്കളിൽ രണ്ടാമത്തെ മകനാകുന്ന എനിക്ക് എല്ലാ കൂട്ടായ്മകളിലും ചെന്നിരിക്കുമ്പോൾ ഡ്രം അടിക്കാനൊരു അവസരം എനിക്ക് നൽകുമായിരുന്നു. എന്നാൽ ആ കാലങ്ങളിൽ ഏതൊരു ഗസ്റ്റ് ശുശ്രൂഷകന്മാർ വന്നാലും ശുശ്രൂഷ മധ്യത്തിൽ അവരോടി വന്ന് എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറയും, നീ സുവിശേഷ വേലയ്ക്കുള്ളവനാണ്. ഇത് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ അങ്ങേയറ്റം പുച്ഛത്തോടെ അവരെ കളിയാക്കിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം വലുതാണ്. ആ ദാരിദ്ര്യത്തെ മാറ്റാൻ കഴിയാത്ത ദൈവത്തിൻ്റെ വേല എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്? അന്നത്തെ കാലത്ത് എൻ്റെ ചിന്താഗതി അതായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിലൊരു തീരുമാനമെടുത്തു, ഒരു കാരണവശാലും സുവിശേഷ വേലയ്ക്ക് ഞാൻ പുറപ്പെടുകയില്ല. നല്ല പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കാൻ ഒത്തില്ല, നല്ല വസ്ത്രം ധരിക്കാൻ ഒത്തില്ല. ഈ 2 കാര്യങ്ങളും എൻ്റെ അപ്പൻ ദൈവവേലയ്ക്ക് ഇറങ്ങിയതുകൊണ്ടാണെന്നുള്ള വലിയ ചിന്താഗതി എന്നെ ഭരിച്ചു. എന്നാൽ കാലങ്ങൾ മുൻപോട്ട് പോയി. എൻ്റെ വിദ്യാഭ്യാസം പാതി വഴിയിൽ അസ്തമിച്ചു. ഞാൻ ഹൃദയത്തിലൊരു തീരുമാനമെടുത്തു, ജോലി ചെയ്ത് എനിക്ക് ജീവിക്കണം. ആരുടെയും മുൻപിൽ കൈനീട്ടാതെ അപ്പനും അമ്മയും ദാരിദ്ര്യം അനുഭവിച്ചതുപോലെ മക്കളാകുന്ന ഞങ്ങൾക്ക് ആ ഗതികേട് വരാതിരിക്കാൻ ഉപജീവന മാർഗം ചെയ്യണമെന്നുള്ള ഒറ്റ ചിന്തയിൽ ഞാൻ മുൻപോട്ട് പോയി തുടങ്ങി. അങ്ങനെ പല ജോലികളിൽ ഏർപ്പെട്ടു. ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കൃഷി ആയതുകൊണ്ട് കൃഷിപ്പണിയിലേക്ക് ഞാൻ ഏർപ്പെട്ടു. അവിടെ അതിൽ തൃപ്തിയല്ലാത്തത് കൊണ്ട് ഡ്രൈവിംഗ് പഠിക്കുവാനായിട്ട് പോയി. ഒടുവിൽ ഞാനൊരു ഡ്രൈവറായിട്ട് മുൻപോട്ട് തുടർന്നു പോയി. ഈ സമയങ്ങളിലൊക്കെ തന്നെ എന്നെ അറിയാവുന്ന ചില ആളുകൾ എന്നെ വിളിച്ചു പറയാറുണ്ട്, മോനെ നീ ഒരു പാസ്റ്റർ മകനാണ്, നിനക്ക് ഈ ജോലി പറ്റിയതല്ല. നമുക്കറിയാമല്ലോ, ഡ്രൈവിംഗ് ഫീൽഡ് എന്ന് പറയുമ്പോൾ എല്ലാവരുമായിട്ടും നമ്മൾ സഹകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനൊരു ഉപദേശിയുടെ മകനായതുകൊണ്ട് എന്നെ അറിയാവുന്ന ആളുകൾ പറഞ്ഞു, നീ ഈ പണിക്ക് പോകരുത്, നീ കർത്താവിൻ്റെ വേല ചെയ്യണം. ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ അങ്ങേയറ്റം വെറുപ്പോടെ ഞാൻ അതിനെ തള്ളിക്കളഞ്ഞിട്ടുള്ളൊരു കാലമുണ്ടായിരുന്നു. ഞാൻ മുമ്പേ ഓർമ്മപ്പെടുത്തിയതുപോലെ ഏതൊക്കെ ശുശ്രൂഷകളിൽ ഞാൻ ചെന്നിരുന്നാലും എന്നെ അറിയാത്ത ശുശ്രൂഷകന്മാർ മെസ്സേജ് കഴിഞ്ഞ ഉടനെ നേരെ എൻ്റെ അടുക്കൽ വന്നാണ് അവർ ദൂത് പറയുന്നത്.
അവർ പറയുന്നത് ഇതാണ്: നീ സുവിശേഷ വേലയ്ക്കുള്ളയാളാണ്. ഇതൊക്കെ കേട്ട് മനം തഴമ്പിച്ച ഞാൻ, ഇതൊക്കെ നടക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ ഏതൊരു മീറ്റിങ്ങിൽ ചെന്നിരുന്നാലും ദൈവദാസന്മാർ നേരെ എൻ്റെ തലയിൽ കൈവയ്ക്കും. ആ സമയത്തൊക്കെ ഞാൻ ചിന്തിക്കുന്നത്, ചെറുപ്പക്കാരെ കാണുമ്പോൾ ദൈവദാസന്മാരുടെ ഒരു രോഗമാണ് ഇതെന്നാണ് എൻ്റെ ധാരണ. ഇങ്ങനെ ഞാൻ ഈ കേരളത്തിൽ നിന്ന് ഞാൻ ജോലിക്ക് വേണ്ടി ഏഷ്യയിലെ ഏറ്റവും വലിയ ബൈബിൾ കോളേജാകുന്ന ഗ്രേസ് ബൈബിൾ കോളേജിൽ ഞാൻ ജോലിക്ക് വേണ്ടി കടന്നുപോയി. എനിക്ക് എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം, എൻ്റെ വീട്ടിലെ ദാരിദ്ര്യം എങ്ങനെയെങ്കിലും എനിക്ക് മാറ്റണം, ഞാൻ ആഗ്രഹിച്ച വസ്ത്രം എനിക്ക് ധരിക്കണം, ഞാൻ ആഗ്രഹിച്ച ഭക്ഷണം എനിക്ക് കഴിക്കണം. അതിനൊറ്റ വഴിയേ ഉള്ളൂ: ജോലി നേടുക, പൈസ സമ്പാദിക്കുക. ഈ കാരണത്താൽ ഞാൻ ഹരിയാനയിൽ കടന്നുപോയി. എനിക്കവിടെ ചെന്ന് ഭാഷ അറിയില്ല. ഞാൻ ആദ്യമായിട്ട് അവിടെ ചെന്ന് ന്യൂഡൽഹിയിൽ ട്രെയിൻ ഇറങ്ങുന്നു. ശേഷം ഗ്രേസ് ബൈബിൾ കോളേജിൻ്റെ കോമ്പൗണ്ടിൽ പ്രവേശിക്കുന്നു. പിറ്റേ ദിവസം ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ എന്നെ കൊണ്ടുപോയ ഒരു സഹോദരൻ പറഞ്ഞു: മോനെ, നീ പാസ്റ്റർ മകനല്ലേ, നാളെ ഞായറാഴ്ചയാണ്, ഇവിടെ ഒരു മലയാളം ചാപ്പൽ സർവീസ് ഉണ്ട്, നീ അതിൽ പോയി പങ്കെടുക്കണം. ഞാൻ മനസ്സോടെ ഞാൻ അവിടെ ചെന്നിരിക്കുകയാണ്. ആ ആലയത്തിൻ്റെ ഏറ്റവും പുറകിൽ ഒരു പുതിയ അതിഥിയാണല്ലോ ഞാൻ. അവിടെ ചെന്നിരിക്കുമ്പോൾ ഒരു മലയാളിയ ദൈവദാസനാണ് അന്നത്തെ ശുശ്രൂഷകൻ. അദ്ദേഹം സങ്കീർത്തന പ്രബോധനം കഴിഞ്ഞ് നേരെ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ തലയിൽ കവിച്ചിട്ട് പറയുകയാണ്: നീ കർത്താവിൻ്റെ വേലയ്ക്കുള്ളയാളാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഇത് കേട്ട് മടുത്തിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടെയും ഈ ശല്യം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് എൻ്റെ ഹൃദയത്തിൽ പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ചുരുക്കത്തിൽ അവിടെയും എനിക്ക് ജോലി തുടരാൻ പറ്റിയില്ല. ഏകദേശം 2 വർഷം മാത്രമേ എനിക്ക് അവിടുത്തെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ഞാൻ വളരെ നിരാശനായി ഞാൻ തിരികെ നാട്ടിലേക്ക് വന്നു. ഞാൻ എവിടെ ചെന്നാലും എനിക്ക് 3 മാസം അല്ലെങ്കിൽ 6 മാസം, അതിനപ്പുറം എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. സത്യത്തിൽ എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. പ്രായം മുൻപോട്ട് പോകുന്നു. ജീവിതത്തിൽ എനിക്ക് എങ്ങും ഒരു നിലനിൽപ്പില്ലാത്തൊരനുഭവം. ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. എനിക്കൊരു ജോലി ലഭിക്കാൻ പറ്റുന്നില്ല. സുവിശേഷ വേലയോട് എനിക്ക് അത്യന്തം വെറുപ്പാണ്. പക്ഷേ ദൈവവേലക്കാരനാകണമെന്ന് ഒരു വിളി എൻ്റെ മേൽ കിടക്കുന്നുമുണ്ട്. ഒരു ദിവസം ശനിയാഴ്ച രാത്രിയിൽ എനിക്ക് സമാധാനമില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ സാധാരണ ജാതികൾ ചിന്തിക്കുന്നത് പോലെ, ദൈവമില്ലാത്തവർ ചിന്തിക്കുന്നത് പോലെ ഞാൻ ചിന്തിച്ചു, ആത്മഹത്യ ചെയ്ത് കളയാം. ജീവനോടിരിക്കുന്നത് കൊണ്ടാണല്ലോ ഇത്തരം ചിന്തകൾ നമ്മളെ ഭരിക്കുന്നത്. അതുകൊണ്ട് മരിക്കാം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും നമ്മൾ നോക്കണ്ടല്ലോ. ഇങ്ങനെ ഒരു ശനിയാഴ്ച രാത്രിയിൽ മരിക്കാനുള്ള ആഗ്രഹത്തോടെ, പിറ്റേന്ന് ഞായറാഴ്ചയാണ്, രാവിലെ മാതാപിതാക്കൾ കർത്താവിനെ ആരാധിക്കാൻ കടന്നു പോകുന്ന സമയത്ത് എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്നുള്ള ഒറ്റ ചിന്താഗതി ഞാൻ താല്പര്യപ്പെട്ടിരിക്കുമ്പോൾ അന്ന് രാത്രിയിൽ ദൈവം എന്നോട് സംസാരിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഞാൻ പോയ വഴികളെല്ലാം ദൈവം അടച്ചു. ഞാൻ എവിടെയെല്ലാം ചെന്നു അവിടെയെല്ലാം എൻ്റെ വാതിലുകൾ അടഞ്ഞുപോയി. ആത്മഹത്യയ്ക്ക് വേണ്ടി മാത്രം കൊതിച്ചിരുന്ന എൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ശബ്ദം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു: ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. പിറ്റേന്ന് ഞായറാഴ്ചയാണ്, ആരാധനയ്ക്ക് കൂടി. അതിനടുത്ത ദിവസം തിങ്കളാഴ്ചയാണ്. ഞാൻ അന്നൊരു തീരുമാനമെടുത്തു, ഇനി ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ ആഗ്രഹിക്കുകയാണ്. ശനിയാഴ്ച രാത്രിയിൽ കിടന്നുറങ്ങി, ഞായറാഴ്ച രാവിലെ ആരാധന കൂടി. ഞായറാഴ്ച പകൽ ഞാനൊരു തീരുമാനമെടുത്തു, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോവുകയാണ്. അങ്ങനെ രാവിലെ പ്രഭാതത്തിൽ തിങ്കളാഴ്ച രാവിലെ പുനലൂർ ബൈബിൾ കോളേജിലേക്ക് ഞാൻ വേദപഠനത്തിനായിട്ട് കടന്നു പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല. അവിടുത്തെ ആഹാരം എനിക്ക് പറ്റുന്നില്ല. മുഴുവൻ പ്രശ്നം, പഠിക്കുന്ന കാര്യങ്ങൾ, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എടാ, ഇവിടെയും എനിക്ക് ദുരിതമാണല്ലോ. എന്നാൽ അന്നത്തെ എൻ്റെ അധ്യാപകർ, എൻ്റെ സുഹൃത്തുക്കളൊക്കെ എനിക്ക് വേണ്ടി വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 2 വർഷം ആ പ്രസ്ഥാനത്തിൽ തിരുവചനം പഠിക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകത്തിലാണ് ആ വാക്യം കിടക്കുന്നത്: നിങ്ങളുടെ വിചാരമല്ല എൻ്റെ വിചാരം, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ആണ് നമ്മുടെ വിചാരവും ദൈവത്തിൻ്റെ വിചാരവും തമ്മിൽ. എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി വിചാരമുണ്ടായിരുന്നു. ഞാൻ ഒത്തിരി മനക്കോട്ടകൾ കെട്ടിയവനാണ്. ജീവിതത്തിലെ ദാരിദ്ര്യങ്ങൾ മാറ്റാൻ പണത്തിൻ്റെ പുറകെ ഓടിയവനാണ്. പക്ഷേ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവത്തിൻ്റെ വേലയിൽ ദൈവം എന്നെ കൊണ്ടുവന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിളി നമ്മുടെ മേലുണ്ടെങ്കിൽ നാം എവിടെ പോയാലും ദൈവത്തിൻ്റെ അടുക്കൽ വന്നേ പറ്റുകയുള്ളൂ. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ.
വാതിലുകളും വഴികളും അടഞ്ഞ ജീവിത സാഹചര്യത്തിലേക്ക് ദൈവശബ്ദം കടന്നു വന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ചിന്ത മനുഷ്യചിന്തയിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നു എന്ന് ഈ ദൈവഭൃത്യൻ തിരിച്ചറിഞ്ഞു. എൻ്റെ മനക്കൊട്ടകളെല്ലാം ദൈവം തകർത്തു. ദൈവത്തിൻ്റെ വഴിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയാണ്. ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ട്. പല നിലകളിലാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കർത്താവിൻ്റെ വേലയ്ക്കായിരിക്കാം, ഒരുപക്ഷെ ശുശ്രൂഷകന്മാരെ കൈത്താങ്ങാനായിരിക്കാം. പല നിലകളിലാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വിളി ഞാൻ പല പ്രാവശ്യം നിരസിച്ചു. യെരമ്യാവിൻ്റെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, ഞാൻ നിന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കണ്ടിരിക്കുന്നു. അതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ. എന്നെ ദൈവം തിരഞ്ഞെടുത്തു. പക്ഷേ ഞാൻ ആ തിരഞ്ഞെടുപ്പിനെ ഗണ്യമാക്കാതെ വീട്ടിലുണ്ടായ ചില ദുരന്തങ്ങൾ ഞാൻ മുൻപിൽ വെച്ചിട്ട് ഞാൻ ആ ദൈവവിളിയെ തള്ളിക്കളയുകയുണ്ടായി. എന്നാൽ കാലങ്ങൾ മുൻപോട്ട് പോയി. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ട്. ആ ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. ഞാൻ ബൈബിൾ കോളേജ് പഠനത്തിനായിട്ട് കടന്നുപോയി, തിരുവചനം പഠിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുടെ ശുശ്രൂഷകനായിട്ട് എനിക്ക് മാറുവാൻ ഇടവന്നു. ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, എൻ്റെ നല്ല സമയങ്ങളൊക്കെ ഞാൻ ഒത്തിരി പാഴാക്കി കളഞ്ഞു. ഞാൻ അതും ഇതുമൊക്കെ പറഞ്ഞ് പലരെയും കുറ്റം പറഞ്ഞ് വീട്ടിലെ ദാരിദ്ര്യമൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ കർത്താവിൻ്റെ ഈ മഹത്വകരമേറിയ വേലയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറി. എന്നാൽ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഞാൻ അന്ന് കൊതിച്ച വസ്ത്രം ഞാൻ ഇന്ന് ധരിക്കുന്നു. അന്ന് ഞാൻ ആഗ്രഹിച്ച ഭക്ഷണം ഞാൻ ഇന്ന് കഴിക്കുന്നു. ഇന്ന് സമൂഹത്തിൽ എനിക്കൊരു മാന്യത ഉണ്ടായത് കർത്താവിനെ അറിഞ്ഞതുകൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാന്യത ലഭ്യമാകണമെങ്കിൽ ദൈവഹിതത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കണം. ഞാൻ എൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തുള്ളൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, അന്നത്തെ സമയത്ത് യൂണിഫോം ധരിക്കാതെ ആരെങ്കിലും വന്നാൽ അവരെ പുറത്തിറക്കി വിടും. ഇന്നത്തെ പോലല്ല, കർശന നടപടിയാണ്. അന്ന് വെള്ള ഷർട്ടും നീല പാൻസുമാണ്. അത് ധരിക്കാൻ എനിക്കില്ല. വീട്ടിലെ 5 മക്കൾക്ക് യൂണിഫോം എടുക്കാനുള്ള ത്രാണി അപ്പനും അമ്മയും മിക്കുമില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിൽ പോകാറുണ്ട്. ഒരു ദിവസം ഞാൻ ഇന്നെന്നവണ്ണം ഓർക്കുന്നു, രാവിലെ സ്കൂളിലേക്ക് കടന്നു പോകുന്ന സമയത്ത്, അസംബ്ലി സമയത്ത് പ്രഥമാധ്യാപകൻ പറഞ്ഞു, യൂണിഫോം ഇല്ലാത്തവർ അവിടെ നിൽക്കണം, ഇല്ലാത്തവർക്ക് ക്ലാസ്സിൽ കയറാം. എല്ലാവരും പിരിഞ്ഞു പോയി. ഞാൻ മാത്രമേ ആ ഗ്രൗണ്ടിലുണ്ടായിരുന്നുള്ളൂ. എന്നെ യൂണിഫോം ഇടാത്തതിൻ്റെ കാരണത്താൽ ക്ലാസ് മുറിയിൽ എന്നെ നിർത്തിയിരുന്നു. ഏതാണ്ട് ഉച്ചവരെ ഞാൻ ആ ഗ്രൗണ്ടിൽ നോക്കി അലമുറയിട്ട് കരയേണ്ടി വന്നു. ഞാൻ അപ്പോഴും ചിന്തിച്ചത് ഇതാണ്, എൻ്റെ അപ്പനൊരു സുവിശേഷനായതുകൊണ്ടല്ലേ ഈ ഗതികേട് എനിക്കുണ്ടായത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മാതാപിതാക്കൾ ശുശ്രൂഷകരാണ്. ഒരു ദിവസം എൻ്റെ അമ്മയും അപ്പനും ഭവന സന്ദർശനത്തിന് വേണ്ടി പോകുന്ന സമയത്ത്, വീട്ടിൽ 5 മക്കളാണ്, അവരെ മൂലയിൽ കൂട്ടിയിട്ടിട്ടാണ് ഇവർ സുവിശേഷത്തിന് വേണ്ടി ഓടുന്നത്. സുവിശേഷത്തിന് ദാഹമാണ് ഇവർക്ക്. അപ്പോൾ ഓരോ വീടുകളും വിസിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ടീച്ചർ ഒരു കിറ്റ് എൻ്റെ അമ്മയുടെ കൈവശം കൊടുത്തു. വളരെ സന്തോഷത്തോടെ അമ്മ അത് ഏറ്റുവാങ്ങി. അമ്മ ചിന്തിച്ചത് ഇതാണ്, മക്കൾ വീട്ടിൽ വിശന്ന് കിടക്കുകയാണ്, മക്കൾക്ക് കഴിക്കാൻ എന്തോ ഒരു കിറ്റാണ് ഇവിടെ തന്നതെന്ന് ചിന്തിച്ച് അമ്മ വേഗത്തിൽ അത് കൈപ്പറ്റി. എന്നിട്ട് ഏറ്റവും ഒടുവിൽ വേഗത്തിൽ അപ്പനും അമ്മയും വീട്ടിലേക്ക് വരികയാണ്. വിശന്നിരിക്കുന്ന മക്കൾക്ക് ഈ ആഹാരം കൊടുക്കാമല്ലോ എന്ന് കരുതി വേഗത്തിൽ വീട്ടിൽ വന്ന് ഈ പൊതി അടിച്ചു നോക്കിയപ്പോൾ കഴിക്കാനുള്ള ആഹാരമല്ലായിരുന്നു അത്. എൻ്റെ അമ്മയ്ക്ക് ഉടുക്കാൻ ഒരു സാരി അവർ കൊടുത്തതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ സാരി കിട്ടിയപ്പോൾ വൈറ്റ് സാരിയാണ്. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. എൻ്റെ അപ്പൻ പറഞ്ഞു, മോനെ, യൂണിഫോം ഇടാത്തത് കൊണ്ടല്ലേ നിനക്ക് ഈ അവഹേളനം, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഈ സാരിക്കകത്ത് നീ എന്ത് ചെയ്യണം, ഒരു ഷർട്ട് തയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ കൊടുത്ത സാരിയിൽ 3 ഷർട്ട് തയ്ച്ച് ഞാനും എൻ്റെ അനുജനും സ്കൂളിൽ പോകും. എൻ്റെ അപ്പൻ അത് ധരിച്ചുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് പോകും. ഇങ്ങനെ ഒരു വലിയ കൊടിയ അനുഭവത്തിലൂടെയാണ് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് നയിക്കപ്പെട്ടത്. പക്ഷേ ഇന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പണ്ട് കാലങ്ങളിൽ, അന്നത്തെ കാലത്ത് നടന്നാണ് സ്കൂളിൽ പോകുന്നത്. 15 കിലോമീറ്റർ ഒരു സൈഡ് നടന്നാണ് പോകുന്നത്.
തിരികെ വരുമ്പോൾ ക്ഷീണിച്ചാണ് തിരികെ വീട്ടിൽ വരുന്നത്. എന്നാൽ ഇന്ന് കർത്താവിനെ അറിഞ്ഞതിന് ശേഷം, വേദപുസ്തകം കയ്യിലെടുത്തതിന് ശേഷം, ദൈവത്തിൻ്റെ വേലയ്ക്ക് സമർപ്പിച്ചതിന് ശേഷം, ദൈവവിളിക്ക് സമർപ്പിച്ചതിന് ശേഷം അന്ന് ആഗ്രഹിച്ചതൊക്കെ ഇന്ന് ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിരാശ വന്നിരിക്കാം. എന്തിന് ഞാനിവിടെ ജീവിക്കുന്നു, ഞാൻ മരിച്ചു കളയാം എന്നൊക്കെ നമുക്ക് ചിന്ത വരാം. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മരണമൊന്നിനും പരിഹാരമല്ല. ഈ മെസ്സേജ്, ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു: ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് തൊടുന്നുണ്ട്. എൻ്റെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്നു, ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങളെ സ്വാധീനിക്കും. അത് നിങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കും. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? എല്ലാം പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ? ഇല്ല, എല്ലാം പരാജയപ്പെട്ടിട്ടില്ല. നിങ്ങൾ പരാജയപ്പെട്ട സ്ഥാനത്ത് ദൈവം ആരംഭിക്കാൻ പോകുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചു, എല്ലാം പരാജയപ്പെട്ടെന്ന്. ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എന്തിനാണ് എനിക്കൊരു ജന്മമുണ്ടായത്? ഇങ്ങനെ എപ്പോഴും ദാരിദ്ര്യം പിടിച്ച് ജീവിച്ച് ഇങ്ങനെ ജീവിതം തുടരാനാണോ എനിക്കൊരു ജന്മം തന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പരാജയപ്പെട്ട സ്ഥാനത്ത് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ആരംഭിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത ദൈവിക സമാധാനവും ദൈവിക ആശ്വാസവും ദൈവം എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഏത് വിഷയത്തിലാണോ മാറ്റി നിർത്തപ്പെട്ടത്, ആ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ദൈവം എന്നെ കൊണ്ടുവന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മെ എവിടെയാണോ അകറ്റിയത്, എവിടെയാണോ നമ്മളെ മാറ്റി നിർത്തിയത്, ഭാരപ്പെടരുത്. കർത്താവിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചാൽ നിങ്ങളെ മുഖ്യധാരയിൽ കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയും. ഇന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുടെ പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഭക്തൻ പാടുന്നൊരു പാട്ടുണ്ട്: അന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ ചെന്നേ വൻ നരകമതിൽ. അന്ന് മരിച്ചിരുന്നെങ്കിൽ, അന്ന് തകർന്നിരുന്നെങ്കിൽ എൻ്റെ നിത്യതയാണ് ഞാൻ നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് അന്ന് ആ അനുഭവത്തിലേക്ക് പോകാതെ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ, ആ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് ഞാൻ എത്തിച്ചേർന്നപ്പോൾ ഒരു പുതിയ അനുഭവം ദൈവം എനിക്ക് തന്ന് എന്നെ സഹായിച്ചു. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ പഠിക്കാൻ വളരെ ബുദ്ധിയില്ലാത്തവനായിരുന്നു. പഠിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. എന്നാൽ വേദപുസ്തകം വായിച്ചു വന്നപ്പോൾ ഒരു വാക്യം എൻ്റെ മനസ്സിൽ കണ്ടത്: നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ. ഞാൻ ജ്ഞാനം കുറവുള്ള ഒരാളായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വചനം എൻ്റെ ബുദ്ധിയെ തുറന്നു. ദൈവത്തിൻ്റെ വചനം എനിക്ക് ഓർമ്മശക്തി നൽകി. ദൈവത്തിൻ്റെ വചനം എന്നെ അടിമുടി മാറ്റിമറിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവത്തിലൂടെ പോകുവാൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഒരുപക്ഷേ ഈ സന്ദേശം, ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെല്ലാം തകർന്നവരായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇത് കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. ഈ സാക്ഷ്യം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ സമർപ്പിക്കുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴി തുറന്ന് നിങ്ങളെ മാനിപ്പാൻ ഞാൻ സേവിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. എല്ലാം തകർന്നുപോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴി തുറന്ന് നിങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുവാൻ എൻ്റെ യേശു ശക്തനാണ്. രണ്ടായിരത്തി 2021 അപ്രതീക്ഷിതമായ എൻ്റെ ജീവിതത്തിൽ വലിയ അപകടമുണ്ടായി. രാത്രി കിടന്നുറങ്ങിയ സമയത്ത് എൻ്റെ ബെഡ്റൂമിൽ കടന്നു വന്ന ഒരു പാമ്പ് എന്നെ കടിക്കുകയുണ്ടായി. ഇതെന്താണ് കടിച്ചതെന്ന് എനിക്ക് യാതൊരു പിടിയുമില്ല. രാവിലെ ആയപ്പോൾ എൻ്റെ കൈക്ക് അസഹനീയമായ വേദന. ഞാനോർത്തു മറ്റെന്തെങ്കിലും പ്രയാസമായിരിക്കുമെന്ന് കരുതി ഞാനതിനെ കാര്യമാക്കിയില്ല. എന്നാൽ പിറ്റേന്ന് പ്രഭാതമായപ്പോൾ ഞാൻ വൊമിറ്റിംഗ് ചെയ്തു. ഞാൻ ബോധരഹിതനായി ഞാൻ താഴെ വീണു. എൻ്റെ കൂടെയുള്ള എൻ്റെ ഭാര്യ, എൻ്റെ മക്കളൊക്കെ ഭയങ്കര നിലവിളിയായി. എന്തോ സംഭവിച്ചു. എൻ്റെ കണ്ണെല്ലാം മലർന്ന് നാക്കെല്ലാം പുറത്തു വന്നു. എന്തോ എനിക്ക് സംഭവിച്ചു എന്ന് കരുതി അവർ കൂട്ടമായി നിലവിളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞത്, ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ വിഷം കയറിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഈ മനുഷ്യൻ ലോകത്തുനിന്ന് മാറ്റപ്പെടുമെന്ന് പറഞ്ഞു. ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. 2 കൊച്ചുമക്കളാണ്. അവരാകെ ബുദ്ധിമുട്ടിലായി.
അങ്ങനെ ശരവേഗത്തിൽ വാഹനം മെഡിക്കൽ കോളേജിൽ ചെന്നു. അവർ പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞു, വിഷം ശരീരത്തിൽ കയറിയിട്ടുണ്ട്, ഇവിടെ അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെ ഞാൻ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തത്തെക്കുറിച്ച് ഞാൻ ഓർത്തു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല. സാധാരണ പനി വന്നങ്ങനെ പോകുന്നതല്ലാതെ ഇത്തരത്തിലൊരു രോഗാവസ്ഥയിൽ എനിക്ക് ആശുപത്രിയിൽ കയറേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്നോട് നീ പറഞ്ഞ വാഗ്ദത്തം എനിക്കറിയാം. എന്നോടങ്ങ് പറഞ്ഞ വാഗ്ദത്തം നിവൃത്തിയാകാതെ എനിക്കൊരു മരണമില്ലെന്നും എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് ഞാൻ ആ വാഗ്ദത്തത്തെ ഓർത്തു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ എല്ലാവരും പറഞ്ഞു, ഏകദേശം ഒരാഴ്ചയിൽ കൂടുതൽ അവിടെ കിടക്കണം. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, ദൈവത്തെ ഹിതം പോലെ 3-ാമത്തെ ദിവസം എനിക്ക് സൗഖ്യത്തോടെ വീട്ടിൽ വരാൻ എൻ്റെ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു ചോദിച്ചാൽ, വാഗ്ദത്തമുള്ളവനെ തൊടാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം നിങ്ങൾക്കുണ്ടെങ്കിൽ പാമ്പ് കടിച്ചാൽ പോലും നിങ്ങൾ മരിക്കില്ല. അതാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തമുള്ളവരെ, ജീവിതത്തിൽ ചില പ്രതിസന്ധി വരുമ്പോൾ ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്. അത് അവസാന വാക്കല്ല. ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തത്തെ ഉണർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ജീവിതത്തിൻ്റെ പുത്തൻ പടിയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോയി ഇന്നേ വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില പുതിയ അനുഭവങ്ങൾ ദൈവം നിങ്ങളെ കാണിക്കുകയും ജീവിതത്തിൻ്റെ പരമോന്നതമായ ചില പുതിയ അനുഭവങ്ങളിലൂടെ ദൈവം നിങ്ങളെ നടത്തുവാൻ ദൈവം ശക്തനാണ്. എൻ്റെ ജീവിതത്തിൽ വന്ന ആ ക്ലേശം ഞാൻ ഓർത്തി എല്ലാം തീർന്നെന്ന്, എല്ലാം നശിച്ചെന്ന്. എൻ്റെ കുഞ്ഞുങ്ങളെ ആര് നോക്കും? എൻ്റെ കുടുംബകാര്യം ആര് നോക്കും? ശുശ്രൂഷകൾ ആര് ചെയ്യും? ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചൊത്തിരി വിധികൾ ഞാൻ തന്നെ എഴുതി വെച്ചപ്പോൾ ദൈവം എൻ്റെ വിധികളൊക്കെ മാറ്റി, പിശാചിൻ്റെ വിധികളൊക്കെ മാറ്റി, എൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ പിശാച് എഴുതിയ എല്ലാ വിധികളും മാറ്റി എഴുതിയിട്ട് ഒരു പുതിയ അനുഭവത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എത്ര പ്രതിസന്ധി വന്നാലും ദൈവസന്നിധി വിട്ട് ഒരു കാരണവശാലും മാറിപ്പോകരുത്. വെച്ച കാല് ഒരിക്കലും പുറകോട്ടെടുക്കരുത്. ഈ സമയത്ത് ഞാനൊരു ബൈബിൾ വാക്യം ഉദ്ധരിക്കട്ടെ. ധന്യരാകുന്ന പൗലോസ് പറഞ്ഞൊരു പ്രസ്താവന ഇങ്ങനെയുണ്ട്: ഞാൻ നല്ല പോർപൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചിരിക്കുന്ന ഏവർക്കും കൂടെ. നമ്മളൊരു ഓട്ടക്കളത്തിലാണ്, ഫിനിഷ് ചെയ്യണം. നമ്മൾ പാകതി വഴിയിൽ ഇട്ടേച്ചോടിക്കളയരുത്, നമുക്ക് പൂർത്തീകരിക്കണം. നമ്മളെ വിളിച്ചത് സംഘടനയല്ല, നമ്മളെ വിളിച്ചത് നേതാക്കന്മാരല്ല, നമ്മളെ വിളിച്ചത് നമ്മുടെ ദൈവമാണ്. ഓട്ടം പൂർത്തീകരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവ് നൽകി ദൈവം നമ്മളെ മാനിക്കട്ടെ. ഈ സാക്ഷ്യത്തിൽ കൂടെ നിങ്ങൾക്ക് ചില തീരുമാനമെടുക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ജീവിതത്തിൻ്റെ പുതിയ ചില മേച്ചിൽപ്പുറങ്ങൾ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ എന്ന് ഞാൻ ഈ തരുണത്തിൽ ആശംസിക്കുകയാണ്. ഞാൻ വീണ്ടും അവസാനമായി പറഞ്ഞു നിർത്തട്ടെ. എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ ദൈവം, എൻ്റെ ഈ ക്ലേശത്തിൽ നിന്നും എനിക്ക് വലിയ ഉദ്ധാരണം നൽകിയ ദൈവം, നിങ്ങൾക്കും മാറ്റം നൽകാൻ ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും, ഏത് ജാതിയിൽപ്പെട്ടയാളായിരുന്നാലും, ഏത് മതത്തിൽപ്പെട്ടയാളാണെങ്കിലും, ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവം ശക്തനാണ്. എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. പ്രതീക്ഷിക്കണം. നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു വാക്യം കൂടെ ഞാൻ ഉദ്ധരിക്കുന്നു: ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ അവനെ കാപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമ്മളെ ആരാണ് വിളിച്ചത്? ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായും നമ്മെ നടത്തുവാൻ ദൈവം ശക്തനാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിരാശരാകാതെ, ഭാരപ്പെട്ടു പോകാതെ, കർത്താവിൽ പ്രത്യാശ വെച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ഞാൻ മുമ്പേ ഓർമ്മപ്പെടുത്തിയതുപോലെ പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ അപകടകരമാണ്. ചിലർ പെട്ടെന്ന് തീരുമാനങ്ങൾക്ക് മരിച്ചു കളയാം, നാടുവിട്ട് കളയാം. ഇല്ല, എൻ്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ചില ദുരനുഭവങ്ങൾ വന്നപ്പോൾ ഞാൻ ദൈവത്തോട് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു, സമർപ്പിക്കപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങളെ ദൈവം നൽകി. ഇന്ന് മാന്യതയോടെ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. ഞാൻ മുമ്പേ ഓർമ്മപ്പെടുത്തിയതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുടെ ശുശ്രൂഷകനായി അല്പം വിശ്വാസികളെ കർത്താവിലേക്ക് നടത്താൻ, അവരെ തിരുവചനം പഠിപ്പിച്ചു കൊടുക്കാൻ, എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ അവരിലേക്ക് പകർന്നുകൊടുത്ത് ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരുവാൻ കൃപയാൽ ദൈവം എന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു താലന്തുമില്ലാതെ ആരെയും ദൈവം ഇങ്ങോട്ട് വിട്ടിട്ടില്ല. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തുകൾ
അതിന് വ്യാപാരം ചെയ്യണം. ആരോ നിങ്ങളെ നോക്കി എന്തൊക്കെയോ പരാതി പറഞ്ഞിട്ടുണ്ട്, ആരോ വിധി എഴുതിയിട്ടുണ്ട്. വിധികളെ ശ്രദ്ധിക്കരുത്. ദൈവത്തിന് വേണ്ടി നമുക്ക് നിൽക്കാം, ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് നിൽക്കാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സാക്ഷ്യം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവ് സ്പർശിച്ച ഈ വ്യക്തിയുടെ സമർപ്പണം പിൽക്കാലത്ത് അനുഗ്രഹീത സ്ഥിതിയിലേക്ക് സാഹചര്യങ്ങളെ മാറ്റി. എല്ലാം തകർന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ സാക്ഷ്യം ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്ദേശമാണ്.